Hi friends, welcome back to my channel Minister to World. ഇത് നമ്മൾ ഒരു ഓഷ്യൻ്റെ സൈഡിലാണ് കേട്ടോ, മോൺഹാക്കിലാണ് ഇന്ന് ബോട്ട് കൊണ്ടുവന്നത്. ഇത് ഫെറിയാണ് കേട്ടോ, കടലിൽ നിന്നിട്ടുള്ള ഫെറീസ്, ഫിഷിനെ പിടിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നീല ആകാശം, നീലക്കടൽ എന്നൊക്കെ പറയത്തില്ലേ, നോക്കി ഇങ്ങനെയാണ്. അതുവഴി പതിയെ പോയി കഴിഞ്ഞാൽ നമുക്ക് മീൻ പിടിക്കാൻ പറ്റും. ആ പാറയിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഈ സെക്ഷനിൽ തിര അടിച്ച് നിർത്തുകയുണ്ടാവും. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. സൗണ്ട് കിട്ടുമെന്നറിയില്ല കേട്ടോ, നല്ല കാറ്റുണ്ട്, നല്ല നല്ല തിരയുണ്ട്. ഇതേ ഒരാൾ അവിടെ നിന്ന് നോക്കുന്നുണ്ട് അവിടേക്ക്. നല്ല തണുപ്പോട്ടോ, നല്ല സൂപ്പർ വിൻഡാണ് കേട്ടോ, നല്ല കാറ്റ്. കാറ്റിൻ്റെ ഒരു കുറവില്ല. നല്ല കുറേ ഫുള്ളിവിടെ ഫിഷിംഗ് ആണ്. ഫിഷിങ്ങിൻ്റെ ഹാർബറാണ്. ഫിഷിങ് അവിടെ ബോട്ട് നമുക്ക് റെൻറ്റിനെടുക്കാം. എന്നിട്ട് നമുക്ക് ഫിഷിങ്ങിന് പോകാൻ വേണമെങ്കിൽ. വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയറാണ്. ആ സൈഡിലത്തേക്കുണ്ടല്ലോ, ഈ സൈഡിൽ നടുക്കൂടുള്ള ആ റോക്ക് കണ്ടോ, അതിൽ കൂടെ മീൻ പിടിക്കാൻ പോയിട്ട് വരുന്ന ആളാണത്. ഓക്കെ, ഹസ്ബൻഡ് അദ്ദേഹം പാക്കി നിൽക്കുന്നുണ്ട്. നല്ല നല്ല കാറ്റ്. ഹാർബറിൽ നിന്ന് പിന്നെ ബോട്ട്, ഫിഷിങ്ങിൻ്റെ ബോട്ട് വഴി പോകാറുണ്ട്. ഇത് ഹാർബർ സെക്ഷനാണ്, മോണ്ടാക്കിൽ വിക്കിംഗ് ഹാർബർ. ഒരാളെ പിടിച്ച് ഓരോ സ്റ്റെപ്പ് ഇറങ്ങി വരണം. നമുക്ക് ഇങ്ങോട്ടാണ് പോകുന്നത്. അടുത്തൊരു ബോട്ട് വരുന്നുണ്ട്. അല്ല, അവിടുന്ന് ഇങ്ങോട്ട് ചാടാൻ പറ്റുന്നില്ല. അതാണ്. ആ, കാല് ഇത് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇങ്ങോട്ട് ബോട്ട് വന്നുണ്ടോ? നല്ല കാറ്റാ. നീല ആകാശം, നീലക്കടൽ. വെള്ളത്തിൻ്റെ കളർ ഉണ്ടോ? സൂപ്പറല്ലേ? അത് ഫിഷിങ്ങിന് പോയിട്ട് വരുന്ന ബോട്ടാട്ടോ. അത് ഫിഷിങ് ആ സൈഡിലത്തെ വരുന്ന ബോട്ട് ഉണ്ട്, അതും ഫിഷിങ്ങിന് പോട്ട ബോട്ട്. ഈ സൈഡ് ഹാർബർ ഉണ്ട്. 5 miles per hour, അത്രയും ഇതിൽ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സൂപ്പർ ബോട്ട് സർവീസ്. ഇത് മോണ്ടാക്ക് ലൈറ്റ് ഹൗസിനടുത്തുള്ളൊരു ഹാർബറാണ്. നമുക്കൊരു ഔട്ടിങ്ങിനൊക്കെ പിന്നെ ഇവിടെ ഒരു 2 ചെയറൊക്കെ കൊണ്ടിട്ട് സൂപ്പറായിട്ട് നമുക്കൊരു ഔട്ടിങ് സെറ്റാക്കി. മീൻ പിടിച്ച് മീൻ്റെ ഇതുണ്ട്. നമ്മൾ ചുമ്മാതെ ഹാർബർ കാണാറൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നല്ല സൂപ്പർ വിഷ്വൽ. തിരമാലകൾ എല്ലാം നല്ല ഭംഗിയായിട്ടിരിക്കുന്നു. നല്ല നല്ല കാറ്റാട്ടോ. നല്ല അവിടെയൊക്കെ ആൾക്കാരുണ്ട്. നമുക്ക് ഇല്ലേ, ഇവിടെ ഇത്രയും പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഒരാൾക്ക് തണുക്കില്ല, ഒരാൾക്ക് കാറ്റും കണ്ടിട്ടിരിക്കുക, തണുക്കണവും. കോതപ്പുല്ലും. ഓ, അടുത്തൊരു ഷിപ്പ് പോകുന്നുണ്ട്. ബോട്ട്, അത് ഷിപ്പിംഗ് ഉണ്ടാ. മോളിൽ കാണുന്ന ആ ഇത് കണ്ട കടലിൻ്റെ സൈഡല്ലേ, പിന്നെ കാറ്റടിക്കാതിരിക്കുക. അതിൻ്റെ പുറകെ കിടക്കുന്ന സാധനം കണ്ട, അവർ 2 കമ്പി, അതാ മീൻ പിടിക്കാൻ സ്നാക്കിനെയൊക്കെ പിടിക്കാനായിട്ട് അവരിട്ടിരിക്കണം. കണ്ട, സൂക്ഷിച്ച് നോക്കിയാൽ അതിൻ്റെ ത്രെഡ് പോകുന്നതാണ്. അങ്ങേ അറ്റത്ത് കുറേ ബോട്ടുകളുണ്ട്. ലോങ് ഐലൻഡിലെ മോണ്ടാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭംഗിയുള്ള
ആകാശം, ഭംഗിയുള്ള കടവ്, നീല ആകാശം, വെള്ളമേഘം. ഇങ്ങനൊരു മൂവി ഇല്ലേ, പച്ച മീനാണെന്നാണ് പറഞ്ഞത്. നല്ല തണുപ്പൊക്കെ, നല്ല തണുപ്പ് കേട്ടോ. ഭയങ്കര ചൂടാ, 8 ഡിഗ്രി ചൂടുള്ള. പക്ഷെ ഇവിടെ നിന്നിട്ട് നല്ല കിടുകിടാ തണുപ്പ്. നമുക്ക് എൻ്റെ ഒരു സെൻറ്റർ കൊണ്ടിട്ടാണ് നല്ല തണുപ്പുണ്ട്. പാറകളുടെ സ്ഥലം അതൊക്കെ ഇരുന്ന് നമുക്ക് കാറ്റ് കൊള്ളാം. അങ്ങേ സൈഡിലെ ബീച്ചിൽ ഇറങ്ങാനുള്ള സൗകര്യമുള്ളൂ. അപ്പം 2 ബോട്ടുകൾ വരുന്നുണ്ട് നോക്കി. ചൂണ്ട അതിൻ്റെ ബാക്കിലത്തെ കമ്പിയുണ്ടോ, അതിൽ ചൂണ്ടയുണ്ട്. എന്നിട്ട് അവർ രണ്ട് റീത്തി ഇട്ടുമ്പോഴത്തേക്ക് അതിൽ മീനുകൾ ചെയ്യും. അതൊക്കെ ഫിഷിങ്ങിന് പോയിരിക്കണ 2 ബോട്ട്. ഷട്ടർ കൊണ്ടിട്ടായിരുന്നു ഇപ്പം തോന്നുന്നു. തുറന്നൊരു ബോട്ട് വരണതാണ്. ആ ബോട്ടിൻ്റെ വരവുണ്ടെങ്കിൽ ഒരു സ്രാവ് കയറി വരുന്നുണ്ടല്ലേ. ആ നീല ബോട്ടും ഉണ്ടോ, ഒരു സ്രാവ് ഇങ്ങനെ വായം പൊളിച്ചു പറഞ്ഞ മാതിരിയുണ്ട്. ഇവിടെ 5 miles per hour പോകാൻ പറ്റുള്ളൂ. എഴുതി വെച്ചിട്ടുണ്ട്. ഓളം തട്ടാണ്ടിരിക്കാണ്ട്. miles per hour വരാൻ പറ്റുള്ളൂ. മറ്റേ ബോട്ടിൽ അത് ഇതാണെന്ന് തോന്നുന്നു കേട്ടോ, ട്രാവൽ ചെയ്യുന്ന ബോട്ടാണെന്ന് തോന്നുന്നത്. ഇത് മീൻ പിടിക്കുന്ന ബോട്ട്, ഇത് ഫിഷിങ്ങിൻ്റെ. അത് എനിക്ക് തോന്നുന്നു അത് സൈഡൊക്കെ കവർ ചെയ്തതുണ്ടോ. അത് ഉള്ളിലേക്ക് പോകണമായിരിക്കും, കടലിൻ്റെ ഉള്ളിലേക്ക് പോകണം. മറ്റേ ആ ഒരു കുഞ്ഞു ബോട്ട് കണ്ടോ, കണ്ടു കഴിഞ്ഞാൽ സ്ട്രാക്കിൻ്റെ ഒരു പേഴ്സണൽ ബോട്ടുകൾ അതൊക്കെ കേട്ടോ. അതിൽ 4-6 പേരുണ്ട് ആ കുഞ്ഞു ബോട്ടിൻ്റെ. അതിൻ്റെ അകത്ത് 1, 2, 3 പേരുണ്ട്. അവർ വിചാരിക്കണം നമ്മൾ അവരുടെ വീഡിയോ എടുത്തുകൊണ്ട് അവർ നമ്മളെ നോക്കുന്നുണ്ട് കേട്ടോ. അവിടുന്ന് അവർ നമ്മളെ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. ഞാൻ സൂം ചെയ്തപ്പോൾ അവരെന്നെ നോക്കുകയാണ്, അവർ കൈ കാണിക്കുന്നത്. നല്ലൊരു ബോട്ട്, ആരുടെ പ്രൈവറ്റ് ബോട്ടാണ്. ഇനി വല്ല അറിയപ്പെടുന്ന വല്ല പൊളിറ്റീഷ്യൻ്റെ ആണോ നോക്കട്ടെ. ഇവിടെ 4 പേരുണ്ട്. അവർ വിചാരിക്കും ഞാനിവിടെ എന്താ ഇവരില്ലേ പാപ്രാസിലായിരിക്കും. എല്ലാം കളിക്കുമ്പോൾ നല്ല ക്ലീനായിട്ട് കാണും. അവരുടെ പ്രൈവറ്റ് ബോട്ട് അയച്ചത് സിഗരറ്റ് പ്രൈവറ്റ് ബോട്ടാട്ടോ. അതിനകത്ത് 3 പേരുണ്ട്. അവരവിടെ പറയണവരെനിക്ക് ഇവിടെ വരെ കേൾക്കട്ടോ.